18 ഡിസംബറിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയ അതൊക്കെ നോക്കാം നമുക്ക്. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 53,038 ആ ഒരു ഏരിയയുടെ മുകളിലേക്കാണ് മാർക്കറ്റ് നാളെ ആദ്യം ഓപ്പൺ ആവുന്നതെങ്കിൽ ഞാൻ ഡൗൺ സൈഡ് ട്രേഡ് ആയിരിക്കും പ്ലാൻ ചെയ്യുക. അതുപോലെ സെയിം 53,276 ഇതിൻ്റെ രണ്ടിൻ്റെ മുകളിൽ ഏതിൻ്റെ മുകളിൽ പോയാലും 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി ഇൻ കേസ് മാർക്കറ്റ് 52,264 എന്നുള്ള ഒരു ഹയർ ടൈം ഫ്രെയിം ഒരു സിംഗിൾ ലെവലിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഞാൻ അപ്പ് സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. അതാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ള ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഇനി ഇൻ കേസ് മാർക്കറ്റ് ഇതിൻ്റെ ഗ്യാപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് അറ്റംപ്റ്റിലെ ട്രേഡിൽ SL അടിക്കുക ടാർഗറ്റ് അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻസിനനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് എടുക്കുക. അപ്പോൾ നമുക്കൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ എൻട്രി ഒക്കെ മിസ്സാവാതിരിക്കാനാണത്. ഒരു ഹയർ ടൈം ഫ്രെയിം 5 മിനിറ്റ്സോ 50 മിനിറ്റ്സോ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ എൻട്രി പ്ലാൻ ചെയ്യാം. ഇനി നിഫ്റ്റിയുടെ ലെവൽസ് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ അപ്പ് സൈഡും ഡൗൺ സൈഡൊക്കെ അപ്പ് സൈഡിൽ 24,388, 24,460, 24,500 ഈ ലെവൽസ് അപ്പ് സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ഇന്ന് മാർക്കറ്റ് സ്ട്രൈറ്റ് ആയിട്ട് ഫാളോ ചെയ്താണ്. ലിക്വിഡിറ്റി അപ്പ് സൈഡ് ഒന്നും എടുക്കാതെയാണ് താഴേക്ക് വന്ന് ഡൗൺ സൈഡിൽ നിന്ന് 1-2 ട്രേഡാണ് എടുത്തത് മുകളിലേക്ക്. ഒരു ട്രേഡ് ടാർഗറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒന്ന് ലൈവ് ട്രേഡ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ കാണാം. ഈ 3 ലെവൽസ് ആയിരിക്കും അപ്പ് സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ആയിരിക്കും ഞാൻ ഫസ്റ്റ് ട്രേഡ് താഴേക്ക് പ്ലാൻ ചെയ്യുക 1 മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി. ഇനി ഇൻ കേസ് ഒരു സിംഗിളോ ആയ 24,180 ഒരു ഹയർ ടൈം ഫ്രെയിം IDs ലെവലായ 24,180ൻ്റെ താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ആദ്യം ഞാൻ ഒരു അപ്പ് സൈഡ് ഒരു സിംഗിളോ ആണ്ടത് 280ൻ്റെ താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ അപ്പ് സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഈ ഏരിയ എന്നൊക്കെ ട്രേഡ് എടുത്തതിന് ശേഷം പിന്നീട് നെക്സ്റ്റ് ട്രേഡൊക്കെ അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും. എനിവേ, താങ്ക് യു, ബൈ.